കൃത്രിമബുദ്ധി മനുഷ്യനെപ്പോലെ പെരുമാറാനും മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ബുദ്ധിമാനായ യന്ത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണിത്. കൃത്രിമം മനുഷ്യനിർമ്മിതം എന്ന് നിർവചിക്കുന്നു. ബുദ്ധിശക്തിയാണ് ചിന്താശക്തിയെ നിർവചിക്കുന്നത്. അപ്പോൾ AI എന്നാൽ മനുഷ്യനിർമ്മിത ചിന്താശക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. AI സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ ജോലി ചെയ്യുന്നു, ചെസ് കളിക്കുന്നു, സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നു, സംഗീതം വായിക്കുന്നു, പെയിന്റിംഗ് മുതലായവ. കൃത്രിമബുദ്ധി ഉപയോഗിച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. റോബോട്ടുകൾ, കോർട്ടാന, ഗൂഗിൾ അസിസ്റ്റന്റ്, സിരി തുടങ്ങിയ വ്യക്തിഗത വെർച്വൽ അസിസ്റ്റന്റ് എന്നിവ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. AI യന്ത്രങ്ങൾ മനുഷ്യന്റെ കഴിവുകളെ മറികടക്കുന്നു. ഈ യന്ത്രങ്ങൾക്ക് സ്വതന്ത്രമായി പഠിക്കാനും ആസൂത്രണം ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ആശയവിനിമയം നടത്താനും കഴിയും. AI-യുടെ ഗുണങ്ങൾ. മുൻകൂട്ടി ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരേ പ്രവൃത്തി പലതവണ കൃത്യതയോടെ ചെയ്യാൻ ഇതിന് കഴിയും. ഒരു ബോംബ് നിർവീര്യമാക്കുന്നതിനും സമുദ്രത്തിന്റെ അടിത്തട്ട് പര്യവേക്ഷണം ചെയ്യുന്നതിനും ഇത് സഹായകമാണ്. ഇനി കൃത്രിമബുദ്ധിയുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാം. AI നിർമ്മാണത്തിന് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വളരെ ചെലവേറിയതാണ്. AI മെഷീനുകൾക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. AI മെഷീനുകൾക്ക് മനുഷ്യനെപ്പോലെ തോന്നുന്നില്ല. ഇത് അടിസ്ഥാന ജോലികളും ചില വൈദഗ്ധ്യമുള്ള ജോലികളും ഇല്ലാതാക്കിയേക്കാം. AI-യുടെ വെല്ലുവിളികൾ. AI തെറ്റുകൾ വരുത്തുകയോ നീതിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ AI ശരിയല്ലാത്ത കാര്യങ്ങൾ കാണിച്ചേക്കാം. ഇതിനുള്ള പരിഹാരം നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ മികച്ചവരാകാൻ നമ്മൾ AI-യെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇനി AI-യുടെ മുൻവ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. AI പഠിക്കുന്നതിനു മുമ്പ് കമ്പ്യൂട്ടർ ഭാഷയുടെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് C++, ജാവ, മാത്തമാറ്റിക്സ്, പൈത്തൺ തുടങ്ങിയവ. പൈത്തൺ ഒരു നേട്ടമായിരിക്കും. ഇത് കൃത്രിമബുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.